രണ്ടും പരസ്പര ബന്ധിതമാണ്. പക്ഷെ കോടതി പറഞ്ഞത് കൊണ്ടല്ല, എൻ്റെ അഭിപ്രായം കോടതി പറഞ്ഞത് കൊണ്ടല്ല. എൻ്റെ ഒരു ലളിതമായ ചോദ്യം ശ്രീ ജേക്കബ്, എൻ്റെ ഒരു ലളിതമായ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർക്ക് ഈ ജേക്കബ് തോമസിനെതിരെ അല്ലാതെ മറ്റാർക്കുമെതിരെ സമഗ്രമായ റിപ്പോർട്ടുകൾ കൊടുക്കാൻ കഴിയാത്തത്? ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ കടമ നിർവഹിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം മലബാർ സിമെൻസിൻ്റെ MD, ആ MDക്കെതിരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ട് ചെന്നു. നിയമ സെക്രട്ടറി എഴുതി, ആ അറസ്റ്റ് സുപ്രീം കോടതി നിയമം അനുസരിച്ച് തെറ്റാണ്, അറസ്റ്റ് ആവശ്യമില്ല. ചീഫ് സെക്രട്ടറി എഴുതി, ഒരു കാരണവശാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല, ആ റിപ്പോർട്ട് എഴുതി. ഇൻഡസ്ട്രി സെക്രട്ടറി പോൾ ആൻ്റണി എഴുതി, ആ റിപ്പോർട്ട് അത് ഇത് ശരിയല്ല. ഇവരെല്ലാം ഓരോ കാര്യങ്ങളിൽ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലൊരു താല്പര്യ സംഘടനത്തിൽ പെടുന്നുണ്ട് എന്ന് ഒരു ചർച്ച സാധ്യമാണ് എങ്കിൽ അങ്ങീ ചൂണ്ടിക്കാട്ടുന്ന എല്ലാ ബ്യൂറോക്രാറ്റുകൾക്കും ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട ഒരു താല്പര്യ സംഘടന ഉണ്ട് എന്നതും സംഗതമായ കാര്യമാണ്. അല്ല, ചീഫ് സെക്രട്ടറിയും നിയമ സെക്രട്ടറിയും പോൾ ആൻ്റണിയും ഇത് എഴുതിയതിനെ തുടർന്നാണ് പോൾ ആൻ്റണിക്കെതിരെ വിജിലൻസ് നടപടിയെടുക്കുന്നത്. ഇത് എഴുതിയതിൻ്റെ പേരിൽ പത്മകുമാർ, മലബാർ സിമെൻസ് MD പത്മകുമാറിൻ്റെ അറസ്റ്റ് ശരിയല്ല എന്ന് ഇൻഡസ്ട്രി സെക്രട്ടറി, അതിൻ്റെ ചുമതല വഹിക്കുന്ന ഇൻഡസ്ട്രി സെക്രട്ടറി എഴുതിയതിനെ തുടർന്നാണ് പോൾ ആൻ്റണിയെ EP ജയരാജൻ്റെ ഗൂഢാലോചന കേസിൽപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ പറയരുത്. ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇങ്ങനെക്കെതിരെ തിരികെയല്ല. ഇതിനകത്ത് ജേക്കബ് തോമസ് ചിലരെ, ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി നടത്തുന്നത് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിജയാനന്ദാണ്. നേരെ തിരിച്ച് ജേക്കബ് തോമസിനെതിരെ ഈ റിപ്പോർട്ടുകൾ വരുന്നതോ, ഇത്ര സമഗ്രമായ റിപ്പോർട്ടുകൾ ജേക്കബ് തോമസിനെതിരെ തയ്യാറാക്കപ്പെടുന്നതോ? അത് നമുക്ക് അതിൻ്റെ മെറിറ്റും കൂടെ നോക്കണ്ടേ വേണു? ആ മെറിറ്റും കൂടെ നോക്കണ്ടേ? നമ്മൾ മെറിറ്റ് നോക്കാതെ ഒരു വശം മാത്രമാണോ ഉള്ളത് എന്നതാണ് പ്രശ്നം. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ JR പത്മകുമാർ, ഇവിടെ ഈ ജേക്കബ് തോമസിനെ പ്രസക്തമാക്കിയത് ഈ സർക്കാരിൻ്റെ അഴിമതിയെ സംബന്ധിച്ച സമീപനം എന്ത് എന്ന പ്രഖ്യാപനമാണ്. അതല്ലാതെ ജേക്കബ് തോമസിനൊരു പ്രത്യേക പരിവേഷം പിണറായി വിജയൻ നൽകുകയായിരുന്നില്ല. ഈ സർക്കാർ അഴിമതിയോട് 0 ടോളറൻസ് ഉള്ള സർക്കാരാണ് എന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ കൊണ്ട് പറയിക്കുന്നു. ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് അവരോധിക്കുന്നു. ഇപ്പോൾ അത് മാറ്റേണ്ട സാഹചര്യം വരുന്നു എന്ന് പറയുമ്പോൾ അഴിമതിയെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള നിലപാടിൽ നിങ്ങൾ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ അത് വിശദീകരിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ അദ്ദേഹത്തിനോട് 1 മാസത്തെ ലീവിൽ പോകാൻ പറഞ്ഞത് എന്താണ്? അതിന് കാരണം ഈ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഏകദേശം 1 മാസം ലീവിൽ പോകാനല്ല പറഞ്ഞത് തന്നെ. ഒരു സെക്കൻഡ് ശ്രീ JR പത്മകുമാർ, അങ്ങേക്ക് തുടരാം. അതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ഈ ജോലിയിൽ നിന്ന് 1 മാസത്തേക്ക് അവധിയിൽ പോവുക എന്നത് മിണ്ടാൻ കഴിയാതിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പ്രതിഷേധത്തിന്റെ രീതിയാണ്. അദ്ദേഹത്തോട് മാറിക്കൊള്ളാനാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, മാറിക്കൊള്ളാൻ പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി 1 മാസത്തെ നിർബന്ധിത അവധിയിലേക്ക് പോവുകയാണ്. ആ ബോർഡും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതെ, വിശദീകരിക്കേണ്ടത് ഗവൺമെന്റാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ്. ഒരാഴ്ച മുമ്പ് നിയമസഭയിൽ പറഞ്ഞിട്ട് ഈ നേരത്തെ അനിലക്കര പറഞ്ഞ പോലെ ആ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടായ സാഹചര്യം എന്താണ്? അതോടൊപ്പം തന്നെ ജേക്കബ് തോമസും പറയേണ്ടതാണ് എന്താണ് അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ ഈ ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലൊരു തീരുമാനം മുഖ്യമന്ത്രിക്ക് എടുക്കേണ്ടി വന്ന സാഹചര്യം പറയേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയോ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 10 മാസക്കാലത്തെ പ്രവർത്തനം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. കാര്യം 24 കേസാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിനെതിരായിട്ട് പല ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും ഉൾപ്പെടെ എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. അതേപോലെ തന്നെ ടൈറ്റാനിയം കേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് അവിടെ ഒരു DYSP അന്വേഷിച്ച് അത് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് കേസില്ല എന്ന് പറഞ്ഞിട്ട് മടക്കിയതിനെ കോടതി പറഞ്ഞ് തിരിച്ച് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വെറും SIയെ കൊണ്ടാണ് അന്വേഷിപ്പിക്കുന്നത്. അത് ജേക്കബ് തോമസ് ആണോ അതിൻ്റെ ഉത്തരവാദിത്വം? ഗവൺമെൻറ്റാണോ? അത് ഇദ്ദേഹത്തിന് പറയാൻ കഴിയും. എന്നിട്ട് അതിനെ സംബന്ധിച്ചൊരു മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് ലീഗ് അതിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ 4-5 തവണ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അനങ്ങിയിട്ടില്ല. വെച്ചാൽ ഗവൺമെൻറ് ആണോ അതിന് തടസ്സം, വിജിലൻസ് ആണോ എന്നുള്ളത് ഇദ്ദേഹം പറയേണ്ടതാണ്. പാറ്റൂർ ഭൂമി ഇടപാടിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം BS പരാതി കൊടുത്തിട്ട് FIR അതിൻ്റെ അടിസ്ഥാനത്തിലല്ല FIR എടുത്തിട്ടുള്ളത്. എന്നിട്ട് കോടതി ചോദിച്ചു ഇതിൽ വിജിലൻസ് ആംഗിൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പൊതുവിൽ വിജിലൻസിൻ്റെ പ്രവർത്തനവും ഗവൺമെൻറ് പ്രവർത്തനവും തമ്മിൽ ഈ ഒരു പൊരുത്തക്കേടുണ്ട്. ആരാണ് ഉത്തരവാദി എന്ന് പറയേണ്ടത് ഇപ്പം ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇതിന് തടസ്സമാണെങ്കിൽ പറയേണ്ടത് ജേക്കബ് തോമസ്. അതിന് അദ്ദേഹത്തിന് ഇനി പറയാം,
ഇനി പറയാം. അപ്പോൾ കാര്യക്ഷമമായിട്ട് ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കഴിഞ്ഞ 10 മാസത്തെ ഉള്ള ഇതുവരെയുള്ള വിജിലൻസിൻ്റെ പ്രവർത്തനം നോക്കിയാൽ. പക്ഷേ അതിന് പ്രധാനപ്പെട്ട ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം, ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ കാര്യം വളരെ ഗൗരവമായിട്ട് നമ്മൾ അത് ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഈ ലാവലിൻ കേസും ഈ കേസും തമ്മിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഗവൺമെൻറ് ഒരു ഓവർ ഇത് കാണിക്കാൻ, കോടതിയുടെ അമിത വിധേയത്വം കാണിക്കാനുള്ള ഒരു ശ്രമമാണോ? കോടതി അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നില്ല, പക്ഷേ ഭരണകൂടത്തിന് ഒരു അമിത ആവേശം കാണിച്ച് അമിത വിധേയത്വം കാണിച്ച് നിൽക്കാമല്ലോ, അത് ചിലപ്പോൾ ഭാവിയിൽ ഗുണമുണ്ടാകുമോ എന്നുള്ള ധാരണയിലായിരിക്കാം. പക്ഷെ കോടതി അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ശരി, ശ്രീ കെ എം ഷാജഹാൻ, അങ്ങ് ഈ ലാവ്ലിൻ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ കക്ഷി ചേരാൻ ശ്രമിച്ച ഒരാളാണ്. കോടതി അത് പരിശോധിച്ച് ഒഴിവാക്കുകയും ചെയ്തു. നിങ്ങൾക്കൊക്കെ ഇതിലെന്ത് കാര്യമാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരേ ബെഞ്ച് തന്നെ ഈ 2 കേസ് കേൾക്കുന്നതിൻ്റെ ഭാഗമായി പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നുണ്ടോ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ? വേണു, യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ആ കേസിൽ 2005 മുതൽ ഇടപെടുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ പറയാം, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം, ഞാൻ പേരുകൾ ഞാൻ പറയുന്നില്ല. ഈ സർക്കാരിലുള്ള പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥർ, ഒരു IAS ഉദ്യോഗസ്ഥൻ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സാക്ഷിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ലാവ്ലിൻ കേസുമായി ലാവ്ലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട് കാനഡയിലുള്ള പിന്നെ എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അവരിൽ നിന്നാണ് 200-250 കോടി രൂപ വായ്പ എടുത്തത്. ആ വായ്പ എടുത്തപ്പോൾ 10-18% പലിശയുണ്ട്. അതിൻ്റെ 1/3 പലിശയ്ക്ക് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള പവർ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുക്കാമായിരുന്നു എന്ന് പറയുന്ന അതിനിർണായകമായ തെളിവ് പിന്നെ CBIക്ക് നൽകിയിട്ടുള്ള ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ ഈ കേരളത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിനോദ് റായ് എന്ന് പറയുന്ന, അതായത് സുപ്രീം കോടതി ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനായി അവർ വിനോദ് റായിയുടെ മൊഴിയുണ്ട്. അവരൊക്കെ ബേസിക്കലി നിങ്ങൾ നോക്കുമ്പോൾ അവരൊക്കെ ബ്യൂറോക്രാറ്റുകളാണ്. CP നായർ ഭരണപരിഷ്കാര കമ്മീഷനിലെ മെമ്പറായിട്ടിരിക്കണം, അദ്ദേഹത്തിൻ്റെ മൊഴിയുണ്ട് പിണറായി വിജയനെതിരെ. അപ്പോൾ ഇതുപോലുള്ള നിർണായകമായിട്ടുള്ള ബ്യൂറോക്രാറ്റുകൾ കൊടുത്ത മൊഴികൾ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് ഒരു ആശങ്കയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായും ആ ജഡ്ജി ഇത്രയും ശക്തമായൊരു വിമർശനം ജേക്കബ് തോമസിനെതിരെ ഉന്നയിക്കുമ്പോൾ അത് കണക്കിലെടുക്കാതിരിക്കാൻ പിണറായി വിജയന് കഴിയില്ല. അതുകൊണ്ട് അതുമായി ഇപ്പോൾ അനിലക്കര പറഞ്ഞതൊക്കെ അതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. സമനില തെറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ നിയമസഭയിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുമായിട്ട് വളരെയധികം ബന്ധമാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? എന്തെങ്കിലും ഒരു വിധി എതിരായി വന്നാൽ രാജിവെച്ച് പോവുകയല്ല ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു വിധി എതിരായി വന്നാൽ പിണറായി വിജയൻ, ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ, നാളെ ഈ കേസിൽ 7ാം പ്രതിയായി മാറുകയാണ്. പിന്നെ വിചാരണ നേരിടുകയാണ്. വിചാരണ നേരിട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ആശങ്കയാണ്. കാരണം വെച്ചാൽ അനിലക്കര നേരത്തെ സൂചിപ്പിച്ചെന്താണ്, ഈ കട്ടിൽ അന്നും കോടതിയുടെ നിരീക്ഷണം വന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞെന്താണ്, ഈ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്നാണ് പറഞ്ഞത്. അന്നും കോടതിയുടെ നിരീക്ഷണമായിരുന്നു. പക്ഷേ അതിനേക്കാൾ ശക്തമായൊരു നിരീക്ഷണം ഈ ഉബൈദ് എന്ന് പറയുന്ന ജഡ്ജിയിൽ നിന്ന് വരുമ്പോഴും അത് പരിഗണിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ്. പ്രധാനപ്പെട്ട ബ്യൂറോക്രാറ്റുകൾ പിന്നെ ഇതിനകത്ത് മൊഴി കൊടുത്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ബ്യൂറോക്രാറ്റ് പിന്നെ ഞാൻ പേര് പറയുന്നില്ല, പിന്നെ ഈ ജോയ്ക്കബ് തോമസുമായിട്ടുള്ള വിഷയത്തിൽ നിർണായകമായ ഒരു നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് എന്നുള്ളതും ഒരുപക്ഷെ പിണറായി വിജയനെ അലട്ടുന്നുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നാളെ ഒരു പ്രതിയായി മാറുന്ന അല്ല അത് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് സുഹൃത്താണ് അദ്ദേഹം എന്ന് മാത്രമല്ല ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മായി ബന്ധപ്പെട്ട് ഞാൻ ചെറിയൊരു അനുഭവം എൻ്റെ സൂചിപ്പിക്കാം. ഞാൻ അന്ന് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അന്ന് അദ്ദേഹം ഒരു ADB വായ്പയുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയിൽ ഇരിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹത്തെ ഈ ആളെ കരണക്കുറ്റിക്കിട്ടടിക്കണമെന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞു. 25,000 കോടി രൂപ സുബ്രതോ റോയിയെ ജയിലിലേക്ക് അയച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അല്ല ഞാൻ പറയട്ടെ, വളരെ പ്രധാനമാണ്. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയണമല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിച്ചു പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ല, KM എബ്രഹാം ആണ് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് ഷാജഹാൻ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ പറ ഷാജഹാൻ എന്ന് പറഞ്ഞത് അതാണ്. KM എബ്രഹാമിനെ CBI കണ്ടു. CBIക്ക് KM എബ്രഹാം മൊഴി കൊടുത്തു, ധനകാര്യ സെക്രട്ടറി ആയിരിക്കെ. ആ മൊഴി മുഴുവൻ ഫയലുകൾ നോക്കിയിട്ടാണ് KM എബ്രഹാം കൊടുത്തത്. KM എബ്രഹാം വളരെ ശക്തമായി വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് അപാകതകളില്ല,
പിണറായി വിജയൻ ഒരു കാരണവശാലും ഇതിനകത്ത് അന്യായമായിട്ട് ഇടപെട്ടിട്ടില്ല, കൈക്കൂലി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം മൊഴി കൊടുത്തു. KM എബ്രഹാമിൻ്റെ ഓഫീസിൽ വെച്ചാണ് CBI ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തത്. പക്ഷേ മൊഴി പിണറായി വിജയനെതിരായതുകൊണ്ട് CBI ഈ മൊഴി ഔദ്യോഗിക രേഖകളിൽ പെടുത്തിയിട്ടില്ല. ഷാജഹാൻ അറിവിലേക്ക് ജോർജ് ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ജേക്കബ് ജോർജ് ഞാൻ പറയുന്നത് CBIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ജേക്കബ് ജോർജിന് ഈ വിവരം എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് ജേക്കബ് ജോർജിന് അറിയാം. സ്പെഷ്യൽ കോടതി ഇതൊക്കെ അതായത് KM എബ്രഹാമിൻ്റെ മൊഴി CBI കേസിന് അനുകൂലമല്ലാത്തത് കൊണ്ട് CBI മൊഴിയല്ല എടുത്തു. പക്ഷേ ഔദ്യോഗിക അവരുടെ റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല. അതാണ് സത്യാവസ്ഥ. അങ്ങനെയെങ്കിൽ പിന്നെ ശ്രീ ജേക്കബ് ജോർജ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് മറുപടി ഈ ജേക്കബ് ജോർജ് പറഞ്ഞതിന് എന്ത് അർത്ഥമാണുള്ളത്? CBIയുടെ റിപ്പോർട്ടിനകത്ത് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ കൊടുത്ത മൊഴി അവിടെ കിടക്കുകയാണ് രേഖയിൽ. ജേക്കബ് ജോർജ് പറയുന്നത് ഏതോ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ ശരി, അങ്ങനെയെങ്കിൽ ആ രേഖയിൽ ഒരു നീതി പീഠം അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ആ നീതിപീഠം പുറപ്പെടുവിച്ച വിധിക്കെതിരായിട്ടുള്ള അപ്പീലിന്റെ വാദം നടക്കില്ലേ? അല്ല, അതിലെ തീരുമാനം വരട്ടെ. അതെ, അതിലെ തീരുമാനം വരട്ടെ. വാദം തെറ്റാണെന്ന് CBI പറയുകയല്ലേ? അല്ലല്ല, അത് വരട്ടെ. അങ്ങ് പറയുന്നത് കണ്ടാൽ ഇതൊന്നും എവിടെയും പരിശോധിക്കപ്പെടാതിരിക്കേണ്ടത് ആദ്യമായി ഹൈക്കോടതിയിൽ പരിശോധിക്കപ്പെടാനിരിക്കുകയാണ്. CBIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ ഉദ്യോഗസ്ഥന്റെ മൊഴി രേഖാമൂലം കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ഒരു താല്പര്യ സംഘടനത്തിന്റെ വിഷയം ഉദിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? നിലവിലെ സാഹചര്യമാണല്ലോ പ്രധാനം. നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ പ്രതിയല്ല. നാളെ പ്രതിയാകുമെന്ന് കരുതി ഇന്നേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ ഭാവഹാവാദികളും പ്രവർത്തന രീതികളും അദ്ദേഹത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന നിഗമനത്തിൽ എങ്ങനെയാണ് എത്താൻ കഴിയുക? അഡ്വക്കേറ്റ് ജയശങ്കർ. അല്ല, ഈ ചോദ്യത്തിൽ തന്നെ എൻ്റെ ഉത്തരവുണ്ടല്ലോ. ഇതിൽ നിസ്സാര കാര്യമല്ല. സ്പെഷ്യൽ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി എന്ന് മാത്രമല്ല, ലാവ്ലിൻ കേസിൻ്റെ കുറ്റപത്രം തന്നെ ഇല്ലാതാക്കി. ഇപ്പോൾ ആ കേസില്ല. അങ്ങനെ ഒരു കേസേ ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹൈക്കോടതി ഈ കാര്യങ്ങൾ പുനഃപരിശോധിക്കുന്നു. CBIയുടെ പ്രോസിക്യൂട്ടർ കോഴി കൊത്തുന്ന പോലെ കൊത്തുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള വാദമായിരുന്നു. അതിന് നമ്മുടെ ഇവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ വക്കീൽ, ലോക്കൽ ആയിട്ടുള്ള വക്കീൽ വാദിച്ചു. വാദം വേണ്ടത്ര ഫലപ്രദമല്ല എന്ന് തോന്നിയുകൊണ്ടോ എന്തോ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പോര് കോഴിയെ കൊടുത്തു. അദ്ദേഹവും കൊത്തി. അത് കഴിഞ്ഞിട്ടില്ല, വീണ്ടും CBIയുടെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ജീവൻ മരണ പ്രശ്നമാണിത്, ചെറിയ കാര്യമല്ല. ഇതിൽ വിപരീതമായി വിധി വന്നാൽ അദ്ദേഹം വീണ്ടും പ്രതിയായിട്ട് മാറും. പ്രതിയായിട്ട് മാറിയാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിന് ഭരണഘടനാപരമായിട്ട് തടസ്സമൊന്നുമില്ല, നിയമപരമായ തടസ്സമൊന്നുമില്ല. ഇപ്പോൾ MM മണി തുടരുന്നുണ്ടല്ലോ. കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള MM മണി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ പിണറായി വിജയൻ മണി കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ CPM പോലെ ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നൊരു പാർട്ടിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഭരണചക്രം തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ അവർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കേസ് കേൾക്കുന്ന ജഡ്ജി ഈ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ നിരന്തരമായി വിമർശനം നടത്തുകയാണ്. ഒരു വിമർശനമല്ല, രണ്ട് വിമർശനമല്ല, എല്ലാ ദിവസവും ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട് ഏത് കേസ് വന്നാലും ഈ രീതിയിലുള്ള വിമർശനം നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്ന് മാത്രമല്ല, അൾട്ടിമേറ്റം പോലെയാണ് പറയുന്നത്. ഈ വിജിലൻസ് ഡയറക്ടർ ഇതുവരെ മാറ്റിയില്ലേ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും അദ്ദേഹം മാറ്റിയില്ലേ എന്ന് ചോദിച്ചാൽ എന്ന് മാറ്റിക്കളയാം എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വിജിലൻസ് ഡയറക്ടറെ മാറ്റാതിരിക്കുക എന്നൊരു ഇവിടെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം ലാവ്ലിനാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഈ പ്രതിസ്ഥാനത്തില്ല പിണറായി വിജയൻ. പിണറായി വിജയന് സ്വകാര്യ അഭിഭാഷകനാണുള്ളത്. സ്റ്റേറ്റിന് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഇപ്പോൾ നിൽക്കാൻ കഴിയില്ല. CBIക്കാണ് പ്രോസിക്യൂഷൻ ചുമതലയുള്ളത്. അത് CBI നിർവഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ കക്ഷിയാകാതിരിക്കുന്ന ഒരു നിലയുമാണുള്ളത് അല്ലേ ശ്രീ KM ഷാജഹാൻ? നിയമപരമായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനോട് തന്നെ ചോദിക്കാമല്ലോ. അതെ, നിയമപരമായി അതാണ് അതിൻ്റെ നില. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി എന്ന പദവിയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. സർക്കാർ ഇതിൽ കക്ഷിയല്ലാതിരിക്കുമ്പോഴും സർക്കാരിൻ്റെ നായകനായി തീരുമാനങ്ങളെല്ലാം എടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി സ്വകാര്യ വ്യക്തിയാണ്. കോടതിക്കകത്തേക്ക് കയറുമ്പോൾ അതല്ലാത്ത എല്ലാ നിമിഷങ്ങളിലും പൊതുവ്യക്തിയാണ്. അതിൻ്റെ ഒരു പൊരുത്തക്കേട് പ്രകടമല്ലേ? ഇനിയിപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പിണറായി വിജയൻ പ്രവർത്തിച്ചത്,
ഇനി അല്ല പ്രവർത്തിച്ചത് മറ്റെന്തെങ്കിലും കാരണത്താലാണോ എന്നതിൻ്റെ വസ്തുതകളിലേക്ക് നമുക്ക് പോവുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യാം. അത് ശരി. പക്ഷേ അപ്പോഴും ഇത്തരമൊരു പൊരുത്തക്കേട് ഈ രംഗത്ത് നിലനിൽക്കുന്നു എന്നെങ്കിലും കുറഞ്ഞപക്ഷം അങ്ങ് അംഗീകരിക്കുമോ? അല്ല, നമ്മൾ ഈ ചർച്ച പുരോഗമിക്കുന്തോറും ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഉബൈദ് എന്ന പേര് ജയശങ്കർ തന്നെയാണ് പറഞ്ഞത്. ജസ്റ്റിസ് ഉബൈദ് തൻ്റെ മുന്നിലുള്ള ലാവ്ലിൻ കേസ് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നാണ് ഈ ചർച്ചയിൽ നിന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങേറ്റം ഗുരുതരമായ ഒരു ആരോപണമാണ്, ആക്ഷേപമാണ്, കോടതി അലക്ഷ്യം കൂടിയാണ്. ഇവിടെ ആർക്കാണ് താല്പര്യമുള്ളത്? ജസ്റ്റിസ് ഉബൈദിനാണോ താല്പര്യം ജേക്കബ് തോമസിനെ മാറ്റണമെന്നുള്ളത്? അതോ ജസ്റ്റിസ് ഉബൈദിൻ്റെ താല്പര്യത്തിന് അനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ട് തനിക്ക് അനുകൂലമായ ഒരു വിധി മറ്റൊരു കേസിൽ സമ്പാദിക്കാൻ പിണറായി വിജയൻ പരിശ്രമിക്കുന്നു എന്നാണോ ആക്ഷേപിക്കുന്നത്? നമുക്ക് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ വളരെ വന്യമായ ഭാവനയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് കാട് കയറിയാൽ ശരി, നമുക്ക് കാട് കയറണ്ട. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്തുകൊണ്ട് ജേക്കബ് തോമസിനെ മാറ്റി? അത് ഞാനങ്ങനെ പറയും. എന്തുകൊണ്ട് ജേക്കബ് തോമസിനെ മാറ്റി എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് കാരണങ്ങൾ കാണുമായിരിക്കാം. ആ കാരണങ്ങൾ ഗവൺമെൻറ് പറയാത്തിടത്തോളം അല്ലെങ്കിൽ ജേക്കബ് തോമസ് പറയാത്തിടത്തോളം എനിക്ക് പറയാൻ കഴിയില്ല. ജേക്കബ് തോമസിനെ സർക്കാർ അറിഞ്ഞ് മാറ്റി, അദ്ദേഹം അവധിയിൽ പോയി, ഇനി തിരിച്ചു വരില്ല എന്നിപ്പോൾ ചാനലിൽ കാണുന്നുണ്ട്. അതിനപ്പുറം ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ എനിക്കാവില്ല. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് വിജിലൻസ് ഡയറക്ടറുടെ കുഴി തോണ്ടിയത് വിജിലൻസ് ഡയറക്ടർ തന്നെയോ? ഇടവേളയ്ക്ക് ശേഷം.